ഹായ് മകളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേൺ. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ. വളരെ പ്രധാനപ്പെട്ട ഒരു സീരീസിലേക്കാണ് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത്. ഒരു കുഞ്ഞു വീഡിയോ ആണ്. നിങ്ങൾക്ക് ഉറപ്പായിട്ട് പരീക്ഷ ചോദിക്കാൻ പോകുന്ന ചോദ്യങ്ങളുടെ ഒരു പാർട്ട് 1 ആയിട്ട് കാണുക. അടുത്ത പാർട്ട് വേണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്. ഒന്നാമത്തെ ചാപ്റ്റർ നിങ്ങൾക്ക് ചോദിക്കാൻ പോകുന്ന ചോദ്യങ്ങളാണ്. ആദ്യം തന്നെ പറയട്ടെ, സൈലത്തിന്റെ അസ്ത്ര ബാച്ചിൽ ഇപ്പോഴും അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ക്ലാസ്സിൽ പഠിച്ച കുട്ടികൾ സ്കൂളുകളിലെ യൂണിറ്റ് ടെസ്റ്റുകൾക്ക് വാങ്ങുന്ന മാർക്കുകളാണ് നിങ്ങളിപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാം. കൂടാതെ തന്നെ നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്, നിങ്ങൾക്ക് പോയി കാണാം. പ്രിയപ്പെട്ട മകളെ, ഏറ്റവും ആദ്യത്തെ ചോദ്യം ഇങ്ങനെയാണ്, നന്നായിട്ട് ശ്രദ്ധിക്കാം. നമ്മുടെ ഓണം എക്സാമിന്, കഴിഞ്ഞ പ്രാവശ്യത്തേക്ക് ഓണം എക്സാമിന് ചോദിച്ച ചോദ്യങ്ങളുടെ മോഡലാണ്. ചോദ്യം ഇങ്ങനെയാണ്: റൈറ്റ് ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. അതായത് എണ്ണൽ സംഖ്യകളുടെ ശ്രേണി എഴുതണം. ഈച്ച് ടേം ലീവ്സ് റിമൈൻഡർ 4 ഓൺ ഡിവിഷൻ ബൈ 6. 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 4 റിമൈൻഡർ. അപ്പൊ നമ്മൾക്ക് സിമ്പിൾ ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ, ഏതാണോ റിമൈൻഡർ അത് ഫസ്റ്റ് ടേം ആയിട്ട് എടുക്കുക. ശിഷ്ടം ഏതാണോ അതിനെ ഫസ്റ്റ് ടേം ആയിട്ട് എടുക്കുക. അപ്പൊ ഇതിന്റെ ആൻസർ ഇവിടുത്തെ ശിഷ്ടം എത്രയാണ്? 4 ആണ്. അടുത്തത്, ഏതുകൊണ്ടാണോ ഡിവൈഡ് ചെയ്യുന്നത് അതിനെ കോമൺ ഡിഫറൻസ് ആയിട്ട് എടുക്കുക. ഡിവൈഡ് ചെയ്യുന്നത് 6 ആണ്. സോ അത് 4. 4നോട് 6 കൂട്ടിയാൽ 10, 10നോട് 6 കൂട്ടിയാൽ 16, 16 6 കൂട്ടിയാൽ 22, എക്സെട്ര. ഇതായിരിക്കും ശ്രേണി. ഇതൊരു സമാന്തര ശ്രേണിയാണോ? ഇതൊരു അരിത്മെറ്റിക് സീക്വൻസ് ആണോ? യെസ്. എന്താ കാരണം? അവിടെ ഒരു കോമൺ ഡിഫറൻസ് ഉണ്ട്, പൊതുവ്യത്യാസമുണ്ട്. ഇവിടുത്തെ പൊതുവ്യത്യാസം എത്രയാ? 6. ദർ എക്സിസ്റ്റ് എ കോമൺ ഡിഫറൻസ്. അപ്പൊ ഇതുപോലെ വരുന്ന ഏത് ചോദ്യം നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ട്രിക്ക് ഇത്രേ ഉള്ളൂ. ഏതാണോ റിമൈൻഡർ അത് സ്റ്റാർട്ട് ചെയ്യുക. ശേഷം ഏതാണോ ഡിവൈഡ് ചെയ്യുന്നത് അതിനെ കോമൺ ഡിഫറൻസ് ആയിട്ട് എഴുതിയാൽ മതി. ഇതിനൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ശിഷ്ടം എത്രയായിരിക്കും? 4 ആയിരിക്കും എപ്പോഴും. അടുത്ത, റൈറ്റ് ദ സീക്വൻസ് ഓഫ് റിമൈൻഡേഴ്സ് ഒബ്റ്റൈൻഡ് ബൈ ഡിവൈഡിങ് ദ ഓഡ് നമ്പേഴ്സ് ബൈ 10. കുറച്ചൊരു A+ ക്വസ്റ്റ്യൻ ആണ്. ചോദ്യം ഇങ്ങനെയാണ്: ഒറ്റ സംഖ്യകളെയെല്ലാം 10 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ശിഷ്ടങ്ങളുടെ ശ്രേണി എഴുതുക. ഒറ്റ സംഖ്യകളെയെല്ലാം 10 കൊണ്ട് ഹരിച്ചാൽ, ആദ്യത്തെ ഒറ്റ സംഖ്യ 1, അതിനെ 10 കൊണ്ട് ഹരിച്ചാൽ 0 ആണ്. സോ അടുത്ത റിമൈൻഡർ 1 തന്നെ. അടുത്തത് 3, അടുത്തത് 5, അടുത്തത് 7. ഇതൊക്കെയാണ് ഒറ്റ സംഖ്യ എന്ന് പറഞ്ഞത്. അടുത്തത് 9. ഇതിനൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? 10 കൊണ്ട് ഡയറക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റൂല. അപ്പൊ 0 ആണ്. 0 × 10 0. സോ റിമൈൻഡർ ആ നമ്പർ തന്നെ ആയിരിക്കും വരിക. എന്നാൽ 11നെ നമ്മൾ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു 10, റിമൈൻഡർ 1. അപ്പൊ അടുത്ത റിമൈൻഡർ 1 ആണ്. 13നെ നമ്മൾ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു 10, റിമൈൻഡർ 3. അടുത്തത് 3 ആണ്. അങ്ങനെ അങ്ങ് പോകും. അതായത് ആദ്യം 1 3 5 7 9. അപ്പൊ നമുക്ക് തോന്നും ഇതൊരു സമാന്തര ശ്രേണിയാണ്, അഥവാ ഇവിടുത്തെ കോമൺ ഡിഫറൻസ് 2 ആണ്. പക്ഷെ ഇവിടെ എത്തുന്ന സമയത്ത് വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്യുക ചെയ്യുന്നത്. അപ്പൊ 9 ഉള്ള 1 ആവുന്നു. അപ്പൊ നമുക്ക് മനസ്സിലായി ഇതെന്തല്ല? അരിത്മെറ്റിക് സീക്വൻസ് അല്ല. ദിസ് ഈസ് നോട്ട് ആൻ അരിത്മെറ്റിക് സീക്വൻസ് ബിക്കോസ് ദർ ഈസ് നോ കോമൺ ഡിഫറൻസ്. ഇവിടെ പൊതു വ്യത്യാസമില്ല. കാരണം ഇത് കഴിഞ്ഞിട്ട് അവിടെ ഡിഫറെൻ്റ് ആയിട്ടാണ് വരുന്നത്. ഇവിടം വരെ സെയിം, അത് കഴിഞ്ഞിട്ട് മാറുന്നുണ്ട്. സോ അതെന്തല്ല? അരിത്മെറ്റിക് സീക്വൻസ് അല്ല. നല്ല രസമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ഇതുപോലെ നമുക്ക് 1-2 ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. എല്ലാവരും ശ്രദ്ധിച്ചോളൂ. അപ്പം 4 മാർക്ക് നിങ്ങളുടെ പരീക്ഷയ്ക്ക് വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. നന്നായിട്ട് ശ്രദ്ധിക്കാം. 14, 23, 32 ഇതൊരു സമാന്തര ശ്രേണിയാണ്. Is the difference between any two terms of the arithmetic sequence is 108. മക്കളെ, ഇങ്ങനൊരു ചോദ്യം നിങ്ങളുടെ ചോദ്യപേപ്പറിൽ വന്നാൽ, അഥവാ ഏതെങ്കിലും 2 പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ഒരു നമ്പർ ആവുമോ 108 ആവുമെന്ന് വെച്ചാൽ ഒരു പണിയില്ല. എപ്പോഴും 2 പദങ്ങൾ തമ്മിലുള്ള ഡിഫറൻസ്, ഒരു സമാന്തര ശ്രേണിയിലെ 2 ടേമുകൾ തമ്മിലുള്ള ഡിഫറൻസ് എപ്പോഴും ഡീന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. അഥവാ ഇവിടുത്തെ ഡി എന്ന് പറഞ്ഞാൽ എത്രയാ? ക്ലാസ്സുകൾ മുഴുവൻ കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയണേ. ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമാണ് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തുന്നത്. അത്യാവശ്യം ചിന്തിക്കേണ്ട ക്വസ്റ്റ്യൻസ് ആണ്. ഈ പാറ്റേണിൽ എന്തായാലും ചോദ്യം വരും, അങ്ങനെ തന്നെ വരുള്ളൂ. അപ്പൊ ഡി എന്ന് പറഞ്ഞാൽ എത്ര? 14, 9. ഡി 9 ആണ്. അപ്പൊ 108 പദാവോ എന്ന് ചോദിച്ചാൽ 108നെ നിങ്ങൾ ഇതിലെ ഏതെങ്കിലും ഒരു ടേം എടുക്കുക, 14, എന്നിട്ട് അതിനെ കുറയ്ക്കാം. 14 തന്നെ എടുക്കണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. വേണം 23 എടുക്കാം, 32 എടുക്കാം. ഞാൻ 14 എടുക്കുന്നു. ഈ 2 പദങ്ങൾ തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുന്നു, 108ഉം 14ഉം. എത്ര കിട്ടും? ദാറ്റ് ഈസ് 94. 94, 4, 98, 108. അതിനെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ നോക്കിയാൽ മതി. അതിനെ കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ യെസ്, പറ്റില്ലെങ്കിൽ നോ. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ദ ഡിഫറൻസ് ഈസ് നോട്ട് എ മൾട്ടിപ്പിൾ ഓഫ് ഇറ്റ്സ് കോമൺ ഡിഫറൻസ്. പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം പൊതുവ്യത്യാസത്തിന്റെ ഗുണിതമല്ല. ഞാൻ ഒന്നുകൂടി പറയുന്നു, എപ്പോഴും 2 ടേമുകൾ തമ്മിലുള്ള ഡിഫറൻസ് ഡിയുടെ മൾട്ടിപ്പിൾ ആയിരിക്കും. പക്ഷെ ഇത് ഡിന്റെ മൾട്ടിപ്പിൾ അല്ല. മൾട്ടിപ്പിൾ ആയിരുന്നെങ്കിൽ കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ 15th ടേം ഓഫ് ദി സീക്വൻസ്. ഇതിന്റെ 15ാം പദം.
ഇതിൻ്റെ 15-ാം പദം എങ്ങനെ കണ്ടുപിടിക്കാം? മക്കളെ ശ്രദ്ധിച്ചോളൂ. ഇതിൻ്റെ 15-ാം പദം കാണാൻ ഏറ്റവും സിമ്പിളാണ്. 15-ാം പദം കാണാൻ ഇവിടെ ഇപ്പോൾ ഒന്നാമത്തെ പദം അറിയാം. ഒന്നാമത്തെ പദത്തിനോട് 14D കൂട്ടിയാൽ മതി. ഒന്നാമത്തെ പദം പ്ലസ് 14D. ഒന്നാമത്തെ പദം എത്രയാ? ദാറ്റ് ഈസ് 14 പ്ലസ് 14D എന്ന് പറഞ്ഞാൽ എത്രയാ? 14 ഇൻറ്റു D എന്ന് പറഞ്ഞാൽ 9. അപ്പം 14 പ്ലസ് 19 90 4 36 126 140. സിമ്പിൾ. ക്ലിയർ ആണല്ലോ. അപ്പൊ ആദ്യത്തെ 15 പദങ്ങളുടെ തുക തന്ന് അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ പൊസിഷൻ ഓഫ് 230? 230ന്റെ സ്ഥാനം എത്ര? മക്കളെ അവിടെ ഞാനൊരു ഇക്വേഷൻ കാണിച്ചു തരാം. n എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ അറിയാത്ത ആൾക്കാർ പഠിച്ചു വെച്ചോ. അവസാന പദം മൈനസ് ആദ്യ പദം ബൈ d പ്ലസ് 1. ഇത് ചെയ്താൽ നിങ്ങൾക്ക് എപ്പോഴും n എന്ന് പറഞ്ഞാൽ പൊസിഷൻ, സ്ഥാനം. n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടേംസ് അഥവാ പദങ്ങളുടെ എണ്ണം. ഇതൊക്കെ നിങ്ങൾ കണ്ടുപിടിക്കാൻ ഈ ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി. ഇത് നിങ്ങൾ ഇങ്ങനെ പഠിക്കണം എന്നില്ല. വേണമെങ്കിൽ എന്ത് ചെയ്യാം? ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം ഡിവൈഡഡ് ബൈ പൊതുവ്യത്യാസം പ്ലസ് 1 ഇങ്ങനെ ചെയ്യാം. ഓക്കെ, എക്സെന്റിന് പകരം നിങ്ങൾക്ക് ലാസ്റ്റ് ടേം അവസാന പദം, ഇത് ഫസ്റ്റ് ടേം എന്ന് എഴുതാം, ഇതിനെ ഡി എന്ന് എഴുതാം. അപ്പോൾ നമ്മോട് ചോദിച്ചത് 230ന്റെ സ്ഥാനം എത്ര എന്നാണ്. സോ 230ന്റെ സ്ഥാനം കാണാൻ ഒരു പണിയില്ല. ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം ഡിവൈഡഡ് ബൈ ഡി എന്ന് പറഞ്ഞാൽ 9, അതിനോട് പ്ലസ് 1 ചെയ്യാം. ഇതിൻ്റെ ആൻസർ എത്ര നിങ്ങൾ എന്ത് ചെയ്യുക? കമൻറ്റ് ചെയ്യുക. അപ്പം സ്ഥാനം കാണാൻ, ഏതെങ്കിലും ഒരു ടേമിൻ്റെ സ്ഥാനം കാണാൻ വെച്ചാൽ ഒരു പണിയില്ല. ആ ടേമിൽ നിന്നും ആദ്യത്തെ പദം തന്നെ കുറയ്ക്കണം. ഫസ്റ്റ് ടേം അങ്ങ് കുറയ്ക്കുക, എന്നിട്ട് അതിനെ ഡി കൊണ്ട് ഡിവൈഡ് ചെയ്യുക, എന്നിട്ട് ഒരു പ്ലസ് 1 ഇട്ട് കൊടുത്താൽ എന്ത് കിട്ടും? സ്ഥാനം കിട്ടും. ഇതാണ് ഇക്വേഷൻ. പിന്നെ ഈ ചാപ്റ്റർ ഇതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഈ ചാപ്റ്റർ നിങ്ങൾ കൃത്യമായിട്ട് ഇതൊക്കെ എങ്ങനെ വന്നു, ഈ ഇക്വേഷനൊക്കെ എവിടെയാണ് യൂസ് ചെയ്യുന്നത് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാണെങ്കിൽ നമ്മുടെ ലൈവ്, ഇതിൻ്റെ ഫുൾ ചാപ്റ്റർ ലൈവ് പോയിട്ടുണ്ട്. അതൊന്നും എടുത്ത് പോയി കണ്ടാൽ മതി. ഒരുപാട് കുട്ടികൾ കണ്ടു കഴിഞ്ഞു, ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ ഇപ്പോൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. നിങ്ങൾക്കും കാണാൻ പറ്റും. ഉറപ്പായിട്ട് പോയി കണ്ടാൽ ഇതൊക്കെ എങ്ങനെ വന്നു കൂടി മനസ്സിലാക്കാം. അങ്ങനെ കണ്ടുവരുന്ന കുട്ടികൾക്കായിരിക്കും ഈ ഒരു വീഡിയോ ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആവുക. അടുത്ത പാർട്ട് എന്ത് വേണം, ഇതിൻ്റെ കൂടുതൽ ക്വസ്റ്റ്യൻസ് വേണോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ ഫ്രം സൈലന്റ് ലേണിംഗ്. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ബൈ.